How are you? Okay, fine. Then today is which day? Yes, today is Tuesday. Then which subject is today? Very good. Today is English. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗോയിങ് ഫോർ എ പിക്നിക്. ഓർമ്മയുണ്ടല്ലോ, ലേഡീസ് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. എന്തൊക്കെയായിരുന്നു പിക്നിക്കില്? സമീറും സമീറിന്റെ ഫാമിലിയും ആയിട്ടാണ് പിക്നിക്ക് പോകാനായിട്ട് റെഡി ആകുന്നത്. അവിടെ എന്തൊക്കെയാണ് നടന്നത്? സമീറും സാറായും സിസ്റ്റർ ആൻഡ് ബ്രദറും എന്തായിരുന്നു, ഓരോ തിരക്കിലായിരുന്നു പിക്നിക്കിന്. നമ്മുടെ വീട്ടിലാണെങ്കിലും പിക്നിക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അതെടുക്കണം, ടോയ്സ് എടുക്കണം, ബാസ്കറ്റ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരക്കായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലിസൺ ഹിയർ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 12 എടുക്കൂ. 1 to 12 എടുക്കൂ. ഓക്കെ, ദെൻ ടീച്ചർ ഫസ്റ്റ് ടൈം വായിച്ചു തരാം, എല്ലാവരും ലിസൺ ചെയ്യുക. ഓക്കെ. Grandmother makes sandwiches for everyone. She makes tomato, cucumber and cheese sandwiches. Then she packs them in a basket. Father carries the cricket bats to the car. He calls out, "Samir, please bring the cricket ball. It is in the toy basket." Samir runs to the toy basket. He picks up the cricket ball and the football. It is in the toy basket. Samir runs to the toy basket. He picks up cricket ball and the football. He takes them to the car. Father says, "Thank you, Samir." Father and Samir put all the picnic things in the car. Now they are ready to go for the picnic. നോക്കിയേ, അപ്പോൾ നമ്മുടെ സമീറിൻ്റെ ഫാമിലി എങ്ങോട്ടാണ്? ഒരു പിക്നിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ ഗ്രാൻഡ് മദർ മേക്സ് സാൻഡ്വിച്ചസ് ഫോർ എവരി വൺ. ഷീ മേക്സ് ടൊമാറ്റോ, കുക്കുംബർ ആൻഡ് ചീസ് സാൻഡ്വിച്ചസ്. ദെൻ ഷീ പാക്സ് ദം ഇൻ എ ബാസ്ക്കറ്റ്. എന്താണ് സമീറിൻ്റെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുകയാണ്? പിക്നിക്കിന് ആവശ്യമായ ഫുഡ്, അതായത് എന്താണ്, സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കി ബാസ്ക്കറ്റിലാക്കുന്നു. ദെൻ ഫാദർ ക്യാരീസ് ദ ക്രിക്കറ്റ് ബാറ്റ്സ് ടു ദ കാർ. എന്ത് ചെയ്യുന്നു? സമീറിൻ്റെ ഫാദർ ക്രിക്കറ്റ് ബാറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്ത് കാറിലേക്ക് വെക്കുന്നു. ഹീ കോൾസ് ഔട്ട്, "സമീർ, പ്ലീസ് ബ്രിങ് ദ ക്രിക്കറ്റ് ബോൾ. ഇറ്റ് ഈസ് ഇൻ ദ ടോയ് ബാസ്ക്കറ്റ്." എന്താണ് ഫാദർ വിളിച്ചു പറയുന്നത്? സമീർ, നിൻ്റെ ടോയ് ബോക്സിൽ, ടോയ് ബാസ്ക്കറ്റിൽ എന്ത് കിടപ്പുണ്ട്? ക്രിക്കറ്റ് ബോൾസ് കിടപ്പുണ്ട്. അതൊക്കെ നീ കളക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് വിളിക്കുകയാണ്. Then നോക്കിയേ, സമീർ runs to the toy basket. He picks up the cricket ball and the football. സമീർ എന്ത് ചെയ്യുന്നു? ഓടിപ്പോയി ടോയ് ബാസ്ക്കറ്റിൽ നിന്ന് അവൻ്റെ ക്രിക്കറ്റ് ബോളും ഫുട്ബോളും എല്ലാം കളക്ട് ചെയ്ത് ഫാദർ പറഞ്ഞതനുസരിച്ച് കൊണ്ടുവരികയാണ്. He takes them to the car. Father says, "Thank you, Samir." He takes them to the car. Father says, "Thank you, Samir." അപ്പം എന്താണ്? ഫാദർ പറഞ്ഞതുപോലെ സമീർ ഓടിച്ചെന്ന് അവൻ്റെ ഫുട്ബോളും ക്രിക്കറ്റ് ബോൾസ് എല്ലാം കളക്ട് ചെയ്ത് എന്ത് ചെയ്തു? കാറിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഫാദർ എന്ത്? സേ താങ്ക് യു. സമീറിന് താങ്ക് യു പറയുകയാണ്. നോക്കിയേ, അടുത്ത് നോക്കിയേ, ഫാദർ ആൻഡ് സമീർ put all the picnic things in the car. Now they are ready to go for the picnic. പിന്നെ എന്താണ്? ഫാദറും സമീറും എല്ലാവരും പിക്നിക്കിന് പോകാൻ വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം കാറിൽ പാക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ച് now they are ready to go for the picnic. അപ്പോൾ എല്ലാവരും എന്താണ്? പിക്നിക്കിന് പോകാനായിട്ട് ഫുൾ റെഡിയായി ഇരിക്കുവാണ്. ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? പിക്നിക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ഹാർഡ് വേർഡ്സ് നോക്കാം കേട്ടോ. Listen here students, look at the blackboard. Then നോക്കിയേ, നമുക്ക് ഹാർഡ് വേർഡ്സ് പരിചയപ്പെടാം. നോക്കിയേ, make, M-A-K-E, make, make. Cheese, C-H-E-E-S-E, cheese, cheese. Basket, B-A-S-K-E-T, basket, basket. Football, F-O-O-T-B-A-L-L, football, football. ഒന്നുകൂടി നോക്കാം. Make, M-A-K-E, make.
cheese. Basket, basket, basket. Football, football, football. Okay, all of you take your notebooks. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തായിരുന്നോ? ഓക്കെ, ടീച്ചർ ഹാർഡ് വേർഡ്സ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. മേക്ക്, MEKE, മേക്ക്. ചീസ്, CHEESE, ചീസ്. ബാസ്കറ്റ്, BASKET, basket. Next word, football, 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 football. നോക്കിയേ സ്റ്റുഡൻസ്, മേക്ക്, ചീസ്, ബാസ്കറ്റ്, ഫുട്ബോൾ. മേക്ക്, ചീസ്, ബാസ്കറ്റ്, ഫുട്ബോൾ. ഈ ഹാർഡ് വേർഡ്സ് എല്ലാ സ്റ്റുഡൻസും നോട്ടിൽ 5 times എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ. വിച്ച് സബ്ജക്റ്റ് ഈസ് ടുഡേ? ഓക്കെ, മാത്സ്. നമ്മൾ അഡീഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, എന്നാലും ടീച്ചർ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സീറോയിൻ്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും എന്തായിരിക്കും കിട്ടുന്നത്? അതേ സെയിം നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതാണ്. ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ഡിയർ സ്റ്റുഡൻസ്, ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. നോക്കിയേ, ടീച്ചർക്ക് പറഞ്ഞ കാര്യമാണ് ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, സീറോവിൻ്റെ കൂടെ ഏതൊരു നമ്പർ, ഇവിടെ ഏത് നമ്പറാണ്? 2 എഴുതിയിട്ടുണ്ട് അല്ലേ? 0 + 2 = അതേ നമ്പർ, സെയിം നമ്പർ, ഓൾവേസ് സെയിം ആയിരിക്കും. 0 + 2, സീറോവിൻ്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും ആൻസർ എന്തായിരിക്കും? ഓൾവേസ് സെയിം നമ്പർ. ഇവിടെ നോക്കിയേ 2 ആണ്, അപ്പോൾ ആൻസർ എന്താണ് കിട്ടുക? 2 തന്നെ കിട്ടും. നെക്സ്റ്റ് വൺ നോക്കിയേ, 3 + 0, 3 + 0. Then ആൻസർ നോക്കിയേ, സെയിം നമ്പർ അല്ലേ? സീറോയുടെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും സെയിം നമ്പർ, ഓൾവേസ് സെയിം ആയിരിക്കും ആൻസർ. 3. Then next 0 + 5, 0 + 5 = 5. സെയിം ആൻസർ തന്നെയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് 8 + 0, 8, സീറോയുടെ കൂടെ ഏതൊരു നമ്പർ. ഓക്കെ, അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 8. സെയിം, ഓൾവേസ് സെയിം നമ്പർ, 8. When add 1 to a number, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു നമ്പർ, അതായത് 1ന്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും എന്തായിരിക്കും ആൻസർ കിട്ടുക എന്നാണ് നമ്മൾ നോക്കുന്നത്. Then 2 എടുക്കുക. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 2 + 1, അതായത് 2 എന്ന നമ്പറിന്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ 2ന്റെ നെക്സ്റ്റ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 2ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3. ഓക്കെ, 2 എന്ന നമ്പറിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ 2ന്റെ നെക്സ്റ്റ് നമ്പർ പകരം ഏതാണ്? 1. ഓക്കെ, 2ന്റെ നെക്സ്റ്റ് നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 3 കിട്ടും. നെക്സ്റ്റ് നോക്കി, 3 എഴുതാം. 3 + 1, അപ്പോൾ 3ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? നെക്സ്റ്റ് നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ 3 + 1 = 4. ഓക്കെ, 4 + 1, 4ന്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ 1 നമ്പർ 1 പ്ലസ് ചെയ്യുമ്പോൾ 4ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 1 2 3 4. ഓക്കെ, 4 കഴിഞ്ഞ് 5. 4 + 1 = 5. ഓക്കെ, നെക്സ്റ്റ് നോക്കി, 5 + 1 = ആൻസർ എത്രയാണ്? 6 കിട്ടും. അപ്പോൾ 5ന്റെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 6. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡിഷൻ ഫാക്ട്. ഇതൊക്കെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡിഷൻ ഫാക്ട് നോക്കിയേ, 6 + 3 = 9. 6 + 3 = 9. നമുക്ക് ഈ നമ്പറിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കിയാലോ? സെയിം നമ്പർ ഇൻ എനി ഓർഡർ, അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിനെ തിരിച്ചെഴുതിയാലും ആൻസർ എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഡസ് നോട്ട് ചേഞ്ച്, ആൻസർ ചേഞ്ച് ആകുന്നില്ല. 6 + 3 = 9. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ നമ്പർ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ 3 + 6 =
change. Okay, മനസ്സിലായോ? Next നോക്കിയേ 5 plus 2 is equal to 7. കണ്ടല്ലോ 5 plus 2. Answer 7 കിട്ടുന്നു. Next നമ്മൾ തിരിച്ചെഴുതി നോക്കൂ 2 plus 7. 2 plus 5. തിരിച്ചെഴുതുമ്പോൾ 2 plus 5 is equal to 7. ഇവിടെ നോക്കിയേ answer change ആവുന്നുണ്ടോ? ഇല്ല, does not change. Okay, then next 1 plus 4 is equal to 5. 1 plus 4. തിരിച്ചെഴുതുമ്പോൾ 4 plus 5 is equal to 7. 4 plus 1 is equal to 5. Okay, മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് നമ്പർ ഫാക്ട്. നമ്പർ ഫാക്ട്സ്. ഓക്കെ, നമ്പർ ഫാക്ടിൽ എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചായിരുന്നു. നമ്പർ ഫാക്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 8 is equal to 0 plus 8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താണ്? സെയിം ആയിരിക്കണം. നോക്കി 0 plus 8 is equal to 8. നെക്സ്റ്റ് നോക്കിക്കേ 2 plus 6. 2 plus 6 എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുക മക്കളെ, നോക്കിയേ 6 നമ്മൾ മൈൻഡിൽ എഴുതുക 6. അതേ ഫിംഗറിൽ 2 എഴുതുക. നോക്കിയേ 2 ഫിംഗറിൽ എഴുതുക. 6 കഴിഞ്ഞ് എനിക്ക് 7 8. ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? 6 plus 2 is equal to 8 എന്ന ആൻസർ കിട്ടും. നോക്കിയേ ഫസ്റ്റ് വൺ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞുതരാം. 0 is equal to 8. ഇനി നമുക്ക് നോക്കിയേ കുറച്ച് ബബിൾ കളർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതായത് 0 plus 8. ഈ 8 ബിഗ് നമ്പർ ആണ്. ഈ 8നെ നമുക്ക് എന്ത് ചെയ്യാം? ബബിൾ ചെയ്യാം. 1 2 3 4 5 6 7 8. കണ്ടോ? 8 1 2 3 4 5 6 7 8. 8 സർക്കിൾസ് നമ്മൾ കളർ ചെയ്യണം. ദെൻ നോക്കിയേ ഇതിൽ എങ്ങനെയായിരിക്കും? 8 is equal to 2 plus 6. അപ്പോൾ നമ്മൾ ഏതാണ് കളർ ചെയ്യേണ്ടത്? എത്ര കോളംസ് ആണ്? 6. ഓക്കെ, ടോട്ടൽ എത്രയുണ്ട് നോക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ, 8. ഇനി 6 കോളംസ് നമ്മൾ കളർ ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, 6 കോളംസ് കളർ ചെയ്യുന്നു. ദെൻ ബ്ലാക്ക് ആയിട്ട് ഇട്ടേക്കുന്നത് നോക്കിക്കേ 2 കോളംസ് നമ്മൾ ബ്ലാക്ക് ആയിട്ട് ഇട്ടേക്കുന്നു. കണ്ടല്ലോ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 56 എടുത്ത എല്ലാവരും. ഓക്കെ, നോക്കിയേ ആഡ് ദ നമ്പേഴ്സ്. നമ്മളിപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതി കാണിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ. നോക്കിയേ വി ആഡ് ദ സെയിം നമ്പർ ഇൻ എനി ഓർഡർ അല്ലേ. 3 plus 4 is equal to എത്രയാണ്? 4 മൈൻഡിൽ എടുക്കുക. അത് കഴിഞ്ഞ് ഫിംഗേഴ്സിൽ 3 ഫിംഗേഴ്സ് എടുക്കുക. 4 കഴിഞ്ഞ് 5 6 7. ഓക്കെ, ആൻസർ ആയില്ലേ? 7 കിട്ടിയില്ലേ? 7. ദെൻ അതിന് നമുക്ക് തിരിച്ചെഴുതുമ്പോഴോ 3 plus 4 തിരിച്ചെഴുതുമ്പോൾ 4 plus 3. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓൾവേസ് സെയിം ആയിരിക്കും. ദെൻ ടീച്ചർ പറഞ്ഞത് മനസ്സിലായായിരുന്നോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് പെൻസിൽ എടുത്തതിന് ശേഷം ടെക്സ്റ്റിൽ തന്നെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യണം കേട്ടോ. നോക്കിയേ 7 plus 2 is equal to 9 കിട്ടും. അപ്പോൾ അതിനെ ഓർഡർ തിരിച്ചെഴുതുമ്പോഴോ 2 plus 7 എന്ന് എഴുതുമ്പോഴും ആൻസർ ഓൾവേസ് സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നോക്കിയേ ഇതും അതുപോലെ തന്നെയാണ്. 2 plus 6 is equal to 8. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ നമ്പർ ഫാക്ട് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതി കാണിച്ചിരുന്നത് വി ക്യാൻ ആഡ് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ടു ഗെറ്റ് ദ സെയിം ആൻസർ ഓർ സം. അപ്പോൾ എന്താണ്? 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സെയിം ആൻസർ ആയിരിക്കണം കിട്ടേണ്ടത്. നോക്കിയ ഒരു എക്സാമ്പിൾ 8 എടുക്കാം അല്ലേ. നമുക്ക് നമ്പർ 8 എടുക്കാം. 8 ഈസ് ഈക്വൽ ടു 0 plus 8 ഏതാണ് നമ്പർ? ആൻസർ ഏത് കിട്ടും? 8 തന്നെ ആൻസർ കിട്ടും. 0ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. നോക്കിയേ, അപ്പോൾ ഇവിടെ ബിഗ് നമ്പറായിട്ട് വരുന്ന ഏതാണ്? 8 ആണ്. അപ്പോൾ 8 കോളംസ് നമുക്ക് ഇവിടെ കളർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ ABCDEFG അങ്ങനെ നമ്പേഴ്സ് ഒരുപാട് താഴോട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് പെൻസിൽ ഉപയോഗിച്ച് ബബിൾ ചെയ്ത് നോക്കുക. എല്ലാവരും ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ Okay, my dear children, how are you? All are fine? Okay, teacher ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മലയാളമാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാലും ടീച്ചർ അതെല്ലാം പഠിപ്പിക്കാൻ പോകും.
അത് ടീച്ചർ ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്, റിവിഷനാണ്. ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുക കേട്ടോ. ഐഡിയ സ്റ്റുഡന്റ് ശ്രദ്ധിക്കുക. ആ കാ ആ കാ ഇ ഈ ആന ആമ താമര. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ടീച്ചർ ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇടവം കിളി നീല. എന്നിട്ട് ടീച്ചർ ടെക്സ്റ്റ് വായിപ്പിക്കും, നോട്ട്ബുക്കിൽ എഴുതിപ്പിക്കും കേട്ടോ. അപ്പൊ എന്താണ് ആ കാ. അതിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആന ആമ താമര. ഇതെന്തൊക്കെയാണെന്ന് അറിയാലോ? ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം കേട്ടോ. ടീച്ചർ ചോദിക്കുമ്പോൾ കൂടെ പറയണം കേട്ടോ. കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ആന. കരയിലെ ഏറ്റവും വലിയ മൃഗത്തിന്റെ പേരെഴുതുക എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഉത്തരം പറയേണ്ടത്? ആന. അടുത്ത് നോക്കിയേ, എന്താണത്? ആമ. ആമ ആമ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയുക. എന്താണ്? ആമ. എന്താണ്? ആമ. കണ്ടിട്ടുണ്ടല്ലോ, ആനയും ആമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അടുത്ത നോക്കിയേ, താമര. താമര. എന്താണ് താമര? നമ്മുടെ ഒരു ദേശീയ പുഷ്പമാണ് താമര അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഓക്കെ. നാഷണൽ ഫ്ലവർ അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ നമ്മൾ അതിനെ ദേശീയ പുഷ്പം എന്ന് പറയും, താമര. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഈ. എന്താണ് ഈ അടയാളം? ഈ കണ്ടല്ലോ, ഈ അടയാളം ക അടയാളം. ഈ കി ക കാ കി കീ. അതിൽ നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ് ഈ കി. ഈ അടയാളങ്ങൾ ചേർത്ത് വരുന്ന വാക്കുകൾ പഠിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക. ഇടവം കിളി. ഇടവം. ഇടവം. ഇടവം എന്താണ്? ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. മലയാള മാസം, ഒരു മലയാള മാസമാണിത് ഇടവം അല്ലേ? ഒരു മലയാള മാസമാണ് ഇടവം. കിളി എന്താണ്? പക്ഷിയുടെ വേറൊരു പേരാണ് കിളി. പക്ഷിയുടെ വേറൊരു പേരാണ് കിളി. ഈ അല്ലോ, ഈ കീ. അടയാളം ശ്രദ്ധിക്കുക, എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നോട്ട്ബുക്കിലും എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈഹാർട്ടാകാൻ പറ്റും കേട്ടോ. ഒരു നിറത്തിന്റെ പേര് എഴുതുക. ഒരു നിറത്തിന്റെ പേര് എന്താണ്? നീല. എന്താണ് ഒരു നിറത്തിന്റെ പേര്? എന്താണ്? നീല. ഓൾ ഓഫ് ടേക്ക് യുവർ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ എല്ലാവരും. കരയിലെ വലിയ മൃഗം ആന. ആ ആ കാ. ടീച്ചർ ടെക്സ്റ്റിലെ വേർഡ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. ആമ, ആട, ആഴി, താമര, പാവ, കാട്, നാവ്, കാവ്, ആറ്, നാട്, മാവ്. മാവ് പൂത്തു, പൂമണം പരന്നു. മാവ്. മാവ് പൂത്തു, പൂമണം പരന്നു. വനം, മരം, മനം, മണം. ഇല. 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 ഈ അടയാളം, ഈയുടെ അടയാളം കി. ഈ കി. ഇടവം. ഇര. ചിരവ. നിര. ഒന്നുകൂടെ വായിക്കുവാണ്, പ്ലീസ് ലിസൺ ഹിയർ. ഇടവം. 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 ഇര. ചിരവ. നിര. തിരി. പിടി. ഇടി. കിളി.
ഈച്ച 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 ഈന്തപ്പഴത്തിൽ ഇരിക്കുന്നു. ഈച്ച ഈന്തപ്പഴത്തിൽ ഇരിക്കുന്നു. ഈയുടെ അടയാളമാണ്, കണ്ടല്ലോ. കീ ഈ കീ. ഈറൻ ഈരടി. ചീര കീരി. നീല പീലി. മീര. ഓക്കെ ചിൽഡ്രൻ, ഇത്രയും നിങ്ങൾ നല്ലതുപോലെ വായിച്ചു പഠിക്കുക കേട്ടോ. മൈ ഡിയർ ചിൽഡ്രൻ, ഈ പിക്ചർ നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ ആരാണിത്? ഇത് ഈച്ചയാണല്ലേ. എന്താണ്? രോഗം പരത്തുന്ന ഒരു ജീവിയാണ് ഈച്ച കേട്ടോ. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കുക. ആ ആ ഇ ഈ ക കാ കി കീ ച ചാ ചി ചീ പ പാ പി പീ. എൻ്റെ അമ്മ. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് എഴുതിയതാണ് ടീച്ചർ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അട ആ ഡ അട. ആ റ അറ. ക ഡ കട. ക ള കള. ക റ കറ. ത ള തള. ആ കാ. ആമ ആമ. ആന ആന. താമര താമര. ഉത്തരം എഴുതുക. കരയിലെ ഏറ്റവും വലിയ ജീവിയുടെ പേരെഴുതുക. ആന. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവി. ആമ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏതാണെന്ന് പറഞ്ഞേ? ആമ. നമ്മുടെ ദേശീയ പുഷ്പത്തിൻ്റെ പേരെഴുതുക. താമര. ഈ കി. ഇടവം തിര കിളി. ഒരു മലയാള മാസത്തിൻ്റെ പേരെഴുതുക. ഇടവം. പക്ഷിക്ക് പകരം പറയുന്ന മറ്റൊരു പേരെഴുതുക. കിളി. ഈ കീ കീരി. നീല ചീര. ഉത്തരം എഴുതുക. ഒരു നിറത്തിൻ്റെ പേര് പറയുക. നീല. ഈ അടയാളങ്ങൾ ചേർത്ത് എഴുതുന്നത് നിങ്ങൾ കോപ്പി ബുക്കിൽ എഴുതിയതാണ്. എന്നാലും ഒന്നുകൂടെ ഭംഗിയായി എഴുതുക. ക കാ കി കീ എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ബൈ.